എൻ്റെ പേര് ഫാത്തിമ ആണ്. കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല, എല്ലാം മനസ്സിൽ നിന്ന് മാറ്റി. എന്നോട് പഠിച്ച എല്ലാവരെയും കല്യാണം കഴിഞ്ഞ് കല്യാണത്തിനൊക്കെ ഞാൻ പോയി പങ്കെടുത്ത്. ഇപ്പം മനസ്സിൽ ആ ഒരു ചിന്തയൊന്നുമില്ല, അതെല്ലാം ഞാൻ മാറ്റി. പിന്നെ എൻ്റെ ഉമ്മ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ ആ വരുമാനം കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഉമ്മ കൊണ്ടുപോകണത്. ഇനി അടുത്ത മാസം പോകണം, യാതൊരു നിവൃത്തിയില്ല. പിന്നെ ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ശരീരമൊക്കെ ഒരു തളർച്ചയാണ്, രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ പറ്റത്തില്ല. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് ഞാൻ എണീക്കുന്നത്. ഡോക്ടർ ഞാൻ ചോദിച്ചായിരുന്നു എനിക്ക് കല്യാണമൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് ഡോക്ടറെ അടുത്ത് ചോദിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പറ്റത്തില്ല, മോള് കൊച്ചു കുട്ടിയല്ലേ, കളിച്ചും ചിരിച്ചും നടക്കേണ്ട പ്രായമാണ്, മനസ്സിൽ ആ ഒരു ചിന്ത കൊടുക്കരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചായിരുന്നു പിന്നെ ഗുളിക നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പം പറഞ്ഞില്ല, നിർത്താൻ പറ്റത്തില്ല, ഗുളിക കഴിച്ചേ പറ്റത്തുള്ളൂ. എത്ര നാൾ കഴിക്കണമെന്ന് ചോദിച്ചു? ഇല്ല, അതൊന്നും പറഞ്ഞില്ല. ഞാൻ മരിക്കുന്ന കാലം വരെ എനിക്ക് കഴിച്ചേ പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുറഹ്മാനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കല നടയറ എന്ന സ്ഥലത്താണ്. ഫാത്തിമ എന്ന 22 വയസ്സുള്ള ഈ ഒരു മോളുടെ അവസ്ഥ നല്ലവരായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നടയറ മുസ്ലിം ജമാഅത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 22 വയസ്സ് പ്രായമുള്ള ഫാത്തിമ എന്ന ഈ മകൾ 14 വയസ്സ് മുതൽ ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെടുകയാണ്. ഒരുപാട് ദുരിത ജീവിതങ്ങൾ കഴിഞ്ഞ 8 വർഷം കൊണ്ട് അനുഭവിച്ചിരിക്കുന്ന ഒരു സാധു കുടുംബമാണ് ഇത്. ഈ ഒരു അടച്ചുറപ്പില്ലാത്ത വീട്, ഇതൊക്കെ കണ്ട് ഹൃദയം പൊട്ടിപ്പോയിരിക്കുകയാണ്. എന്ത് പറയണം എന്ന് പോലും അറിയുന്നില്ല. എൻ്റെ മകളാണിത് ഫാത്തിമ. ഇപ്പോഴും 22 വയസ്സാണ്. 14ാമത്തെ വയസ്സ് തൊട്ട് ഈ അസുഖം ഇങ്ങനെ വന്ന് ഞാൻ ചികിത്സയിലാണ്. ആദ്യം 4 വർഷത്തോളം ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പിന്നെ അവിടെ നിന്നെല്ലാം കുറവില്ലാതെ ഇവിടെ പല ആസ്പത്രിയിലും കൊണ്ടുപോയി 4 വർഷം ഞാൻ കറക്റ്റായിട്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച് അവിടെ നിന്ന് പിന്നെ കുറവില്ലാതെ ഞാൻ കൊണ്ടുവന്നിട്ട് എല്ലാവരും നാട്ടുകാരെല്ലാവരും കൂടെ എന്നെ സഹായിച്ചു. ഞാൻ അമൃതയിൽ കാണിക്കുകയാണ്. പ്രതിമാസം പോയി വരണമെങ്കിലൊരു തുക വേണം, യാതൊരു നിവർത്തിയില്ല. ഇപ്പോഴെനിക്ക് എല്ലാ മാസവും കൊണ്ടുപോകാനുള്ള ശേഷി എനിക്കില്ല. ഞാനൊരു വീട്ടിൽ പോയി എന്തെങ്കിലും ചെയ്തു കൊടുത്താണ് എൻ്റെ മകളുടെ ചികിത്സ ഇപ്പം നടക്കുന്നത്. കഴിഞ്ഞിട്ട് ഇപ്പം എന്നെ കൊണ്ട് ഒരു നിവർത്തിയില്ല കൊണ്ടുപോകാൻ. ഒരാൾ പൈസ കടം തന്നാണ് കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോയത്. ഇപ്പം തുടർ ചികിത്സയ്ക്ക് യാതൊരു നിവൃത്തിയില്ലാതെ ഞാൻ ആഹ്വാന വിഷമത്തിനാണ്. എല്ലാ പ്രതീക്ഷയും ഉണ്ടാകുന്ന എൻ്റെ മകളെ കുറിച്ച്. വീടില്ല, ഈ ഒരവസ്ഥയിലാണ് ഞാൻ കിടക്കുന്നത്. ഇപ്പം മഴ പെയ്ത് ഇറത്തടിക്കുന്നുണ്ട്. മിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് അള്ളാഹുവിനെ കഴിഞ്ഞത് കാണുന്ന എല്ലാവരും എന്നെ സഹായിക്കാൻ അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുന്നു. ഈ ഫാൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കേ. ഈ ഫാൻ വർക്ക് ചെയ്തിട്ട് ഒന്ന് കറങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ടാവും. അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ചിലന്തി വല, ഈ വീടിനകത്തുള്ള മാറാലകൾ, അതടിക്കാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല. കാരണം ഈ ഉമ്മ ജോലിക്ക് പോയിട്ട് വേണം ഈ മകളുടെ ചികിത്സ നടത്താൻ. ഈ തകര ഷീറ്റ് കൊണ്ടടിച്ച ഈ ഒരു വീട്, ഇവിടെ ഇടിമിന്നലടിക്കുമ്പോൾ ഈ തകര ഷീറ്റിൽ നിന്നും ഇവരുടെ ശരീരത്തിലേക്ക് എർത്തുകൾ പാസ് ചെയ്യുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ വേദന തിന്ന് സഹിക്കേണ്ടി വരുന്ന ഒരു സഹോദരി. വെറും 22 വയസ്സ് മാത്രം പ്രായം. ആ സഹോദരിക്ക് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങാൻ ഒരു മുറിയെങ്കിലും നമുക്കൊന്ന് വെച്ചു കൊടുക്കാൻ, അവരുടെ ചികിത്സ നടത്താൻ നമുക്ക് ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കാം.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധമായ സദക്കകളെയും സ്വീകരിക്കുമാറാകട്ടെ. ഒരു ഷെയർ കൊണ്ടെങ്കിലും ഈ പാവപ്പെട്ട കുടുംബത്തെ ഒന്ന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധമായ നല്ല ഉദ്ദേശങ്ങളെയും നല്ല പ്രവൃത്തികളെയും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിലെ എല്ലാവിധമായ മാറാരോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.